ഈ കഥയുടെ അവസാനം എങ്ങനെയാവുമെന്ന് എനിക്കൊരു രൂപവുമില്ല. എരിയുന്ന മെഴുകുതിരി നാളം പോലെ പതറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതം. നായകനും വില്ലനും എല്ലാം ഞാൻ തന്നെ. സന്തോഷം അലതല്ലുന്ന നാളുകൾ, ഞാൻ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന നിമിഷങ്ങൾ. അവിടെ നിന്ന് എപ്പോഴോ ലഹരിയുടെ മായിക ലോകത്തിന് ഞാൻ അടിമപ്പെട്ടുകൊണ്ടിരുന്നു. സ്വയം കാർന്നു തിന്നാൻ മാത്രം അറിയുന്ന ഒരു യന്ത്രത്തെ പോലെയായി മാറിക്കൊണ്ടിരുന്നു. ഒരു ലഹരിയിൽ നിന്ന് മറ്റൊരു ലഹരിയിലേക്ക് ഞാൻ അറിഞ്ഞോ അറിയാതെയോ വഴുതി വീണുകൊണ്ടിരുന്നു. അതിനിടയിൽ ഞാനത് തിരിച്ചറിഞ്ഞു. എനിക്ക് പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകാന്തതയിലേക്കും ഏകാന്തത എന്നിലേക്കും അടുത്തുകൊണ്ടിരുന്നു. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും എന്നെ അറിയുന്ന സമൂഹത്തിൽ നിന്നും അപ്പോഴേക്കും ഞാൻ വേർപെട്ടിരുന്നു. ഒറ്റപ്പെടലിൻ്റെ വേദന ഞാൻ അറിഞ്ഞു തുടങ്ങി. ഇങ്ങനെയൊരു വേർപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നിട്ടും അമ്മയിൽ നിന്നും നഷ്ടപ്പെട്ട കുഞ്ഞിനെ പോലെ ഞാൻ ഒറ്റപ്പെട്ടു നിന്നു. സത്യവും മിഥ്യയും എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെയായിരിക്കുന്നു. പ്രണയവും പ്രതികാരവും പ്രതിയോഗികളും ഇതിൻ്റെയൊന്നും പരീക്ഷണ വസ്തു പോലുമല്ല ഞാൻ. എന്നിട്ടും രണ്ടു വട്ടം നീ ചാടിയില്ലേ? ആരും സ്വീകരിച്ചില്ലല്ലോ. ഇനി ഇവിടെ കിടക്ക് നീ. അന്ധകാരം മാത്രം കൂട്ടിനുള്ള ഈ മുറിയിലേക്ക് എനിക്ക് വീണ്ടും തിരിച്ചു വരേണ്ടി വന്നു. ഒരു മഷിത്തുള്ളി കേവലം ഒരു പേനയിൽ നിന്നും വേർപെടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതായിരിക്കാം. പക്ഷേ ഞാൻ അങ്ങനെയായിരുന്നില്ല. ഈ കഥ ഇങ്ങനെയൊക്കെ ആവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഓരോ തവണയും ഈ മുറിയെ ഭേദിച്ച് പുറത്തു ചാടിയത് ആരെങ്കിലുമൊക്കെ സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ്. എന്നാൽ അവരിൽ നിന്നെല്ലാം ഞാൻ വേർപെട്ടു പോയിരുന്നു, ഒരു മുഴുഭ്രാന്തനെ പോലെ. എൻ്റെ വീട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ, ഇന്നെനിക്ക് ആരുമില്ല. ഇനി എന്നിൽ നിന്ന് വേർപെടാൻ ഒന്ന് മാത്രം, എൻ്റെ ജീവൻ. ഈ ജീവിതയാത്രയിൽ ഇങ്ങനെ ഒരു അവസാനം പ്രതീക്ഷിച്ചതേയല്ല. പക്ഷേ